വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കും വരെ ആണവ പദ്ധതിയിൽ തുടർ ചർച്ചകൾ ഉണ്ടാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര ശ്രമം തുടരുമെന്ന് യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇസ്രായേലിന് IAEA മുന്നറിയിപ്പ് നൽകി. എന്നാൽ ജനീവയിൽ നടന്ന ചർച്ച ഗുണം ചെയ്യുമെന്ന് കരുതുന്നില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇപ്പോഴും അതിരൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി യൂറോപ്യൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചും ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുമായിരുന്നു ചർച്ച. ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം യൂറോപ്യൻ യൂണിയൻ പ്രതിനിധിയും ചർച്ചയിൽ പങ്കാളിയായി. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചർച്ചയിൽ നിലപാടറിയിച്ചു. ആണവ വിഷയത്തിൽ നിലപാടിൽ മാറ്റമില്ലെന്നും ഇറാൻ ഉറപ്പിച്ചു പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി ചർച്ചകൾ ഇനിയും തുടരുമെന്ന് ഫ്രാൻസ് അറിയിച്ചു. സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര ചർച്ച തുടരുമെന്ന് യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കി. എന്നാൽ ജനീവയിൽ നടന്ന ചർച്ച ഗുണം ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന് യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ താൽപ്പര്യമില്ല, അവർക്ക് ഞങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമുണ്ടെന്നും ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സഹായിക്കാനാവില്ലെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ ഇസ്രായേലിനെതിരെ UN ആണവോർജ്ജ ഏജൻസി രംഗത്തെത്തി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഇസ്രായേലിനോട് ആണവോർജ്ജ ഏജൻസി നിർദ്ദേശിച്ചു. ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചത് ആണവ സുരക്ഷയിൽ വലിയ വീഴ്ചയുണ്ടാക്കിയെന്നും ഏജൻസി വ്യക്തമാക്കി. ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഇറാന് പുറത്തേക്കും അപകട സാധ്യതയുണ്ടെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകി. അതേസമയം ആണവായുധം ഉണ്ടാക്കുന്നില്ലെന്ന് ഇറാൻ UN-ൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിലാണ് ആണവ പദ്ധതി നടക്കുന്നതെന്നും ഇസ്രായേലിന് മാത്രമാണ് മിഡിൽ ഈസ്റ്റിൽ ആണവായുധമുള്ളതെന്നും ഇറാൻ പറഞ്ഞു. എന്നാൽ നടപടികൾ നിയമാനുസൃതമെന്നാണ് ഇസ്രായേൽ UN-ൽ അറിയിച്ചത്. ചർച്ചകൾക്കിടെ ഇന്നലെ ഇസ്രായേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇറാൻ മിസൈലുകൾ പതിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ ആരോപിച്ചു. എന്നാൽ സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണമെന്നാണ് ഇറാന്റെ അവകാശവാദം. അതിനിടെ ഇറാനിയൻ സൈന്യമായ IRGC-യുടെ ബേസ് കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇറാന്റെ 15-ലധികം ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്നും ഇസ്രായേലിന്റെ അവകാശവാദം. ഡ്രോണുകൾ വെടിവെച്ചിടുന്നതിന്റെ ദൃശ്യങ്ങളും സൈന്യം പങ്കുവച്ചു. പടിഞ്ഞാറൻ ഇറാനിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണ പരമ്പര നടത്തിയതായി സൈന്യം അറിയിച്ചു. ബാലിസ്റ്റിക് മിസൈൽ സംഭരണശാലകളെയും വിക്ഷേപണ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് വിവരം. ഹൈഫ തീരത്ത് ഇറാന്റെ ഡ്രോൺ ഇസ്രായേൽ വ്യോമസേന വെടിവെച്ചിട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.